തിയററ്റിക്കലി ടൈം ട്രാവൽ സാധ്യമാണ് എന്ന് തെളിഞ്ഞതോടെ അത് എങ്ങനെ പ്രാക്ടിക്കലി സാധ്യമാക്കാമെന്ന ആലോചനയിലാണ് നമ്മൾ മനുഷ്യർ. ടൈം ട്രാവൽ സാധ്യമാക്കാനുള്ള ഒന്നാമത്തെ ഹൈപ്പോത്തറ്റിക്കൽ തിയറിയാണ് വേം ഹോളുകൾ. ഐൻസ്റ്റീന്റെ ഫീൽഡ് ഇക്വേഷൻസിന്റെ ചില പരിഹാരങ്ങൾ വേം ഹോളുകളുടെ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ഇവയെ ടൈം ട്രാവലിന് ഉപയോഗിക്കാമെന്ന് കരുതപ്പെടുന്നു. എന്നാൽ അതിന് നെഗറ്റീവ് എനർജി ഡെൻസിറ്റി ഉള്ള എക്സോട്ടിക് മാറ്റർ ആവശ്യമാണ്. എന്നാൽ അത്തരം പദാർത്ഥങ്ങൾ പ്രകൃതിയിൽ ലഭ്യമാണോ എന്ന് സംശയമാണ്. രണ്ടാമത്തെ രീതിയാണ് കോസ്മിക് സ്ട്രിംഗിൾ എന്ന് പറയുന്നത്. സ്പേസ് ടൈമിന്റെ ഫാബ്രിക്കിലുള്ള തിയററ്റിക്കൽ ഡിഫക്റ്റുകളാണ് കോസ്മിക് സ്ട്രിംഗിൾ എന്ന് പറയുന്നത്. ഇവ ടൈം ട്രാവലിന് അവസരം നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇത്തരം വസ്തുക്കൾ ഇതേവരെ നിരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. ടൈം ട്രാവലിനുള്ള മറ്റൊരു സാധ്യതയാണ് ആൽക്യൂബിയർ ഡ്രൈവ്. ഒരു ബഹിരാകാശ വാഹനത്തിന് മുന്നിൽ സ്പേസ് ടൈം സങ്കോചിപ്പിക്കുകയും പിറകിൽ വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തിയററ്റിക്കൽ രീതിയാണിത്. എന്നാൽ ഇതിനും വലിയ അളവിലുള്ള എക്സോട്ടിക് മാറ്ററിന്റെ ആവശ്യമുണ്ട്. അതിനാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതും പ്രായോഗികമല്ല. ചുരുക്കി പറഞ്ഞാൽ ടൈം ട്രാവൽ സാധ്യമാണ്, തിയറികളിൽ മാത്രം.